Today we are going to discuss extraneous and confounding variable. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡില് വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് കോൺസെപ്റ്റുകളാണ് എക്സ്ട്രോണിയസ് ആൻഡ് കോൺഫൗണ്ടിങ് വേരിയബിൾ. എന്നാൽ സ്റ്റുഡൻസിന് എല്ലായ്പ്പോഴും എന്നാൽ സ്റ്റുഡൻസിന് വളരെ കൺഫ്യൂഷൻ ആവുന്ന രണ്ട് കോൺസെപ്റ്റുമാണ് എക്സ്ട്രോണിയസ് ആൻഡ് കോൺഫൗണ്ടിങ് വേരിയബിൾ. നമുക്ക് ആദ്യം വളരെ നല്ല ക്ലാരിറ്റിയോടെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേരിയബിൾ എന്താന്ന് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വേണം. എന്താണ് ആക്ച്വലി വേരിയബിൾ? റിസർച്ചിലൊക്കെ ഓരോ ഒബ്ജക്റ്റീവ്സിലും നമ്മൾ സ്കോളേഴ്സിനോട് ചോദിക്കും ഓരോ ഒബ്ജക്റ്റീവ്സിന്റെ വേരിയബിൾ എന്താ. വേരിയബിൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി നത്തിങ് ബട്ട് വേരീസ് ചെയ്യുന്നതിനാണ്. ഒരു ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി വേരീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയാം. ഇപ്പൊ എന്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആയിരിക്കും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം, നിങ്ങൾ പഠിക്കുന്ന ടൈം ലിമിറ്റ് ഒക്കെ ഓരോന്ന് വേരി ചെയ്തുകൊണ്ടേയിരിക്കും ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. അതിനെയാണ് നമ്മൾ ബേസിക്കലി വേരിയബിൾ എന്ന് പറയാം. അതൊരു പക്ഷേ ക്വാണ്ടിറ്റി ആയിരിക്കും. നമുക്ക് ക്വാണ്ടിഫൈ ഡയറക്റ്റ്ലി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം ഡയറക്റ്റ്ലി നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ ചിലത് ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. നമ്മൾ പിന്നീട് 5 പോയിന്റ് ലിക്കേഡ് സ്കെയിലൊക്കെ ഉപയോഗിച്ച് ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ്. സോ വാട്ട് എവർ വേരിയബിൾസ് എന്ന് പറയുന്നത് വേരീസ് ചെയ്യുന്ന ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു പേഴ്സൺ, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരീസ് ചെയ്യുന്നതിനെയാണ് വേരിയബിൾ എന്ന് പറയാം. ദെൻ വേരിയബിളിനെ നെക്സ്റ്റ് ബേസിക്കലി നമുക്ക് വേരിയബിളിനെ രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം. അത് എക്സ്ട്രാനിയസ് ആൻഡ് കോൺഫൗണ്ടിങ് പഠിക്കുന്നതിന് മുന്നേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ക്ലാരിറ്റി വേണം. വേരിയബിൾസിനെ ബേസിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഞാൻ ഇതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽ. ഓക്കെ, അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽ നമുക്കറിയാം. കമ്പനിയിൽ സെയിൽ കൂടണമെങ്കിൽ ഡിഫറെന്റ് രീതിയിൽ ഇപ്പൊ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യും. ഇൻസ്റ്റഗ്രാമിലൂടെ, ദെൻ മറ്റു സോഷ്യൽ മീഡിയയിലൂടെ, ദെൻ ന്യൂസ് പേപ്പറിലൂടെ, മറ്റു പല പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യും. എന്നിട്ട് ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മുടെ സെയിൽസിനെ എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, സെയിൽസിൽ എത്രത്തോളം നമുക്കൊരു ഇൻക്രീസ് വരുന്നുണ്ട്, നമുക്കൊരു ഗ്രോത്ത് ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നോർമലി നമ്മുടെ ബിസിനസ് സംഭവിക്കുന്നതാണ്. സോ എന്താണ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഞാനൊരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് വുമൺ എന്ന് വെച്ചാൽ എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട, എന്റെ കാര്യത്തിൽ ഞാൻ മതി. ബട്ട് ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പം ആൾക്ക് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യണം. അതിനെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. അപ്പൊ ഇവിടെ അഡ്വാൻറ്റേജ് സെയിൽ എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ യാന്ത്രികമായിട്ട് സെയിൽ ഉണ്ടാവുന്നില്ല. സെയിൽ ഉണ്ടാവുന്നത് എപ്പോഴും നമുക്കറിയാം, ഒന്നുകിൽ നല്ല അഡ്വർടൈസ്മെന്റ് വേണം, അതേപോലെ എംപ്ലോയി പെർഫോമൻസ്, CRM, നമ്മുടെ പ്രൊഡക്ഷന്, പ്രൊഡക്ടിവിറ്റി, ഒരുപാട് ഡിസിഷൻസ് ആണ് സെയിൽസിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ പറയും ഏതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ? നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അഡ്വർടൈസ്മെന്റ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ദെൻ സെയിൽ ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, സെയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ്. സെയിൽ ആരെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെ ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ സെയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റിനെയാണ്. ഇനി നമ്മുടെ മെയിൻ കോൺസെപ്റ്റിലേക്ക് കടക്കാം. നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് എന്തായിരുന്നു? എക്സ്ട്രാനിയസ് വേരിയബിൾ ആൻഡ് കോൺഫൗണ്ടിങ് വേരിയബിൾ. എന്താണ് എക്സ്ട്രാനിയസ് വേരിയബിൾ? ആക്ച്വലി എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എക്സ്ട്രാനിയസ് വേരിയബിൾ ആൻഡ് കോൺഫൗണ്ടിങ് വേരിയബിൾ. എക്സ്ട്രാനിയസ് വേരിയബിൾ ആർ ഓൾ വേരിയബിൾസ് which are not the independent variable but could affect the result of the experiment. എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ റിസർച്ചിൽ ആക്ച്വലി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽ മാത്രമായിരിക്കും. ഓക്കെ, ബട്ട് ഈ സെയിലിനെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ റിസർച്ചിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലാത്ത മറ്റു പല വേരിയബിൾസും സെയിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എംപ്ലോയി പെർഫോമൻസ്, അല്ലെങ്കിൽ നമ്മുടെ CRM, നമ്മുടെ കമ്പനിയുടെ മറ്റു പല ഡിസിഷൻസുകൾ, നമ്മുടെ മറ്റു പല ഒരുപാട് സ്കീമുകൾ, ഇതെല്ലാം സെയിലിനെ ഡിപ്പെൻഡ് ചെയ്യും. സെയിലിന് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുന്നത് ഓൾ വേരിയബിൾസ് വിച്ച് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കില്ല, ബട്ട് could affect the result, but highly effect ഉണ്ടാവും. എന്തിന്? നമ്മുടെ റിസൾട്ടിന്, നമ്മുടെ സെയിൽസിന് ഗ്രോത്ത് ഉണ്ടാവാൻ. അങ്ങനത്തെ വേരിയബിളിനെയാണ് എന്ത് പറയുന്നത്? എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയാം.
Then what is confounding variable? വളരെ ഇമ്പോർട്ടന്റ് ആണ് confounding variable എന്ന് പറഞ്ഞാൽ. ആക്ച്വലി confounding variable ഇത് extraneous variable തന്നെയാണ് confounding variables എന്ന് പറയുന്നത്. But that could strongly influence the study. എക്സ്ട്രാനിയസ് വേരിയബിൾ തന്നെ, ബട്ട് അത് അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ സ്റ്റഡി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇൻ അഡീഷൻ, ഇഫ് എൻ എക്സ്ട്രാനിയസ് വേരിയബിൾ ഈസ് നോട്ട് കൺട്രോൾഡ്, നമുക്ക് എക്സ്ട്രാനിയസ് വേരിയബിൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സോ ദാറ്റ് ഈസ് കോൺഫൗണ്ടിങ് വേരിയബിൾ. ഇതാണ് ഒന്നാമത്തെ യുണീക്ക് ആയിട്ട് നിൽക്കുന്ന കാര്യം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ബോത്ത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇത് ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടും ലിങ്ക് ചെയ്തതാണ് ഈ ഒരു കോൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നോക്കാം. നമ്മുടെ റിസർച്ചിൽ ഞാൻ പഠിക്കുന്ന നമ്മുടെ ഒരു റിസർച്ചിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇഫ് എക്സ്ട്രാനിയസ് വേരിയബിൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സ്ട്രാനിയസ് വേരിയബിൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് കോൺഫൗണ്ടിങ് വേരിയബിൾ ആണ്. അപ്പൊ എന്താണ് കൺട്രോളിങ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഏതൊക്കെ വേരിയബിൾ ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ചില വേരിയബിൾ ഇൻഡിപെൻഡന്റിനെ കുറച്ചും കൂടിയും ഒരു ഹൈ ലെവലിലേക്ക് എത്താൻ ലീഡ് ചെയ്യും, ഡിപെൻഡന്റിനെ ഹൈ ലെവലിലേക്ക് എത്താൻ ലീഡ് ചെയ്യും. സോ നമുക്കിതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. How I studied. ഓക്കെ, നിങ്ങൾ ഒരു 5 മണിക്കൂർ പഠിച്ചു. ദെൻ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിനേഷൻ സ്കോർ ആണ്. അപ്പൊ നിങ്ങൾ ഒരു 5 hours പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിനേഷനിൽ നിങ്ങൾ ഒരു A ഗ്രേഡ് മാർക്ക് വാങ്ങി. ഇവിടെ how I studied എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. നിങ്ങൾ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. എക്സാം സ്കോർ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് കോൺഫൗണ്ടിങ് വേരിയബിൾ? ഇവിടെ കോൺഫൗണ്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സ്റ്റുഡന്റ് IQ. ഓക്കെ, നമുക്കൊരു IQ ഉള്ള ഒരു സ്റ്റുഡന്റിനെ IQ ഇല്ലാത്തൊരു സ്റ്റുഡന്റ് ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് അനാലിസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ത്, എക്സ്ട്രാനിയസ് വേരിയബിൾ തന്നെയാണ്. ഹൗ ഐ സ്റ്റഡീഡ് അല്ലാത്ത സ്റ്റുഡന്റ് IQ എന്ന് പറയുന്ന എക്സ്ട്രാനിയസ് വേരിയബിൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. ഇത് എന്തുവാണ്? ഇത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ഹൈലി ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ് സ്റ്റുഡന്റ് IQ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്ട്രാനിയസ് വേരിയബിൾ ഇവിടെ അപ്പൊ നിങ്ങളുടെ എക്സാമിനേഷന് നല്ല ഒരു AC ടെമ്പറേച്ചറിൽ ഞാൻ ഒരു 50 സ്റ്റുഡൻസിനെ എക്സാം എഴുതിപ്പിക്കുന്നു. ഓക്കെ, അവർക്ക് വളരെ നല്ല ഒരു റൂം ടെമ്പറേച്ചറിൽ അവരെന്തൊക്കെയാണോ പഠിച്ചത് അത് കൃത്യമായിട്ട് അവർക്ക് പഠിച്ചത് എക്സാം എഴുതാനും ആ ഒരു നല്ല അറ്റ്മോസ്ഫിയർ റിസൾട്ടിലേക്ക് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ലീഡ് ചെയ്യും. എന്നാൽ കുറച്ച് ആളുകൾക്ക് അവിടെ AC യും ഇല്ല, ഫാനും ഇല്ല, വളരെ ഒരു ചൂടുള്ള ഒരു ഹോട്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, എക്സാമിന്റെ റിസൾട്ടിന് അത് ലീഡ് ചെയ്യും. സോ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്താക്കാം, കൺട്രോൾ ചെയ്യാം. എങ്ങനെ കൺട്രോൾ ചെയ്യാം? കൃത്യമായിട്ട് ഒരു 50 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഡാറ്റ എങ്കിൽ ഈ 50 സ്റ്റുഡൻസിനെ നമുക്ക് എന്താക്കാം, ഒരു എയർ കണ്ടീഷൻ റൂമിൽ നമുക്ക് ഈ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഈ റൂം ടെമ്പറേച്ചർ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നേ ഇല്ല. കാരണം എല്ലാവരും നല്ല AC റൂമിൽ ഇരുന്നിട്ടാണ് എക്സാം എഴുതുന്നത്. അതേപോലെ ഒരിക്കലും നിങ്ങൾക്ക് IQ ചെയ്യാൻ പറ്റുമോ? നോ, IQ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും ദെൻ IQ നമ്മൾക്കറിയാം നമ്മുടെ ഹവൈ സ്റ്റഡിയിലേക്കും ലീഡ് ചെയ്യും, ദെൻ നമ്മുടെ റിസൾട്ടിലേക്കും ലീഡ് ചെയ്യും. അതിനെയാണ് കോൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഇന്ന് ഇത്രയും സമയം നമ്മുടെ ക്ലാസ്സിൽ വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞു അല്ലെ, വേരി ചെയ്യുന്നതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ദെൻ ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, നമ്മൾ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. അത് എന്തൊക്കെയോ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അത് മാനിപ്പുലേറ്റിംഗ് വേരിയബിൾ ആണ്. ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുന്ന ചേഞ്ചസ്, അഡ്വർടൈസ്മെന്റ് ഉണ്ടാവുന്ന ചേഞ്ചസ്, ആ അഡ്വർടൈസ്മെന്റ് ആണ് എന്ത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ദെൻ എക്സ്ട്രാനിയസ് ആൻഡ് കോൺഫൗണ്ടിങ് വേരിയബിൾ നമ്മൾ പറഞ്ഞു. എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയിലുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലാത്ത മറ്റു പല വേരിയബിൾസും ഹൈലി നമ്മുടെ റിസൾട്ടിന് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. അതിനെയാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയാം. ഈ ഒരു എക്സ്ട്രാനിയസ് വേരിയബിൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു IQ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ അത് രണ്ട് രീതിയിലേക്കും ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ലിങ്ക് ചെയ്തിട്ടുള്ള വേരിയബിൾ ആണെങ്കിൽ അതിനെ കോൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നു. ദെൻ അല്ലാത്ത നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ആണ് എക്സ്ട്രാനിയസ് വേരിയബിൾ. ഓക്കെ, താങ്ക് യു ഓൾ.